യുവത്വത്തിന്റെ ചോരത്തിളപ്പിൽ കരുണാകരന്റെയും അച്യുതമേനോന്റെയുമെല്ലാം ഭരണകാലത്ത് കോൺഗ്രസ് കൊടിപിടിച്ച് തെരുവിലിറങ്ങിയതിന്റെ അനുഭവസമ്പത്തുണ്ട് നടൻ ഉണ്ണിനായർക്ക്. കാലക്രമത്തിൽ സജീവ പാർട്ടി പ്രവർത്തനം ഉപേക്ഷിച്ചെങ്കിലും ഉണ്ണിനായരുടെ മനസ്സിപ്പോഴും കോൺഗ്രസിനൊപ്പമാണ്. കേരളത്തിലിപ്പോൾ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ച UDFന്റെ മുഖ്യമന്ത്രിയായി രണ്ടുപേരുടെ മുഖമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അതിലൊന്ന് VD സതീശനും മറ്റൊന്ന് K മുരളീധരനുമാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച VD സതീശനോ കരുണാകരന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന K മുരളീധരൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തണമെന്നാണ് ഉണ്ണിനായർ ആഗ്രഹിക്കുന്നത്. നമസ്കാരം, ഞാൻ ഉണ്ണിനായർ, നാൽക്കാലി കച്ചവടക്കാരനാണ്. എന്നെ പറ്റി കുറേ നിങ്ങൾക്ക് അറിയും. ജനങ്ങൾക്ക് ഒരു പഴയ കോൺഗ്രസ്സുകാരനുമാണ്. അതായത് അച്യുതമേനോൻ പഴയ നേതാവ്, കരുണാകരൻ, ഇവരൊക്കെ ഉള്ള കാലത്ത് കൊടി പിടിച്ചിട്ട് അന്നും രാഷ്ട്രീയത്തിലുള്ള ആളാണ് ഞാൻ. എൻ്റെ ഒരു പൊതുവൊരു അഭിപ്രായം പറയാം. കോൺഗ്രസ് പാർട്ടി അത് കമ്മിയായി സ്റ്റേജ് കുറേ കുറഞ്ഞു വരുന്ന സമയത്ത് പൊന്തിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിട്ട് പറയല്ല. ഞാൻ ഒരാളുടെ പക്ഷവും പറയല്ല. VD സതീശൻ തന്നെയാണ് അയാളുടെ പേര് വിചാരിക്കുന്നത്. അയാൾ അത്രയ്ക്കും ഇതിലൊക്കെ അയാളുടെ പരിപാടി ഞാൻ കാണുന്നുണ്ട്. അത്രയ്ക്കും മുൻകൈ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ പാർട്ടി പൊന്തി വന്നിട്ടുള്ളത്. ഇപ്പം നല്ല ഇതോടുകൂടി വിജയിക്കും ചെയ്തു, സീറ്റോടുകൂടി വിജയിക്കും ചെയ്തു. അപ്പോൾ മന്ത്രിസ്ഥാനത്തിൽ എൻ്റെ ഒരു മനസ്സ് തുറന്ന ഒരു കാര്യം ഞാൻ വിട്ടു പറയാണ്. VD സതീശൻ അയാൾ നന്നായി കൈകാര്യം ചെയ്യുമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഭരണമേൽക്കുന്നവർക്ക് നൽകാൻ ഒരു ഉപദേശവും അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ഭരണത്തിലേറുന്നവർ പഴയകാല നേതാക്കളുടെ മാതൃക പിന്തുടരണം. വണ്ടി പുളിമാർക്കറ്റിൽ കയറിയ അവസ്ഥയാകരുത് ഭരണമെന്നാണ് അദ്ദേഹത്തിന്റെ ഉപദേശം. അല്ലെങ്കിൽ ലീഡറുടെ മകൻ മുരളീധരൻ, ഈ രണ്ടാളെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കാണുന്നുള്ളൂ. പഴയ കോൺഗ്രസ്സുകാരെന്നുള്ള ലെവലിൽ. അല്ലാതെ ഇത് തല്ലുകൂടി പിരിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എനക്കെന്ന് പറഞ്ഞ് പിരിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം നമ്മൾ അന്തസ്സായി നമ്മൾ സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പോകുക എന്നുള്ളതാണ് ഉണ്ണിനായരുടെ ഒരു അഭിപ്രായം. മറ്റെന്താ അറിയോ, ഭദ്രകാളി ചരിത്രം പറയാം, തൊക്ക് കിട്ടി എന്നൊരു പിശാച്ച്, തോല് കിട്ടി എന്നൊരു പിശാച്ച്, ഒന്നും കിട്ടിയില്ല എന്ന് വേതാളമാകും പിശാച്ച് എന്ന് പറഞ്ഞു. ദാരികവാദം കഴിഞ്ഞിട്ട് ആ അവസ്ഥയാവും. അപ്പോൾ അത് വേണ്ട. വണ്ടി പൊളിമാർക്കറ്റിൽ കയറിയ അവസ്ഥ വരാതെ നന്നായി ഭരിക്കുക. അതിന് ഈ രണ്ടാളെ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നത്. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് പുതിയ സർക്കാരിനെ നോക്കിക്കാണുന്നതെന്നും ആ പ്രതീക്ഷകൾ തകർക്കാതെ വിവേകത്തോടെയും കരുത്തോടെയും മുന്നോട്ടു പോകാൻ നേതൃത്വത്തിന് കഴിയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി. വളാഞ്ചേരിയിൽ 20 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന സീനിയർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷമീറിന്റെ സേവനം. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി, ഫെഡറൽ ബാങ്ക് ബിൽഡിംഗ്, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി.